നമസ്കാരം, എല്ലാവർക്കും റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. ബ്രഹ്മയുഗം, മമ്മൂട്ടി യുഗം ഉറപ്പിക്കാം. ഇത് എന്തോ സിനിമ അണ്ണാ നമിച്ചു. മമ്മൂട്ടി മോഹൻലാലും മഹാനടന്മാരാണ്, അതിനകത്ത് സംശയം വേണ്ട. അതിനകത്ത് രണ്ടുപേരും തർക്കി, ഫാൻസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിയിട്ട് മഹാനടന്മാരാണ്. പക്ഷേ ഇവർ രണ്ടുപേരാണല്ലോ നമ്മുടെ പില്ലർ, തൂണൽ. ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ടെങ്കിൽ തുടങ്ങാം. സെലക്ഷൻ്റെ കാര്യത്തിൽ, പടങ്ങൾ സെലക്ട് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ ഇങ്ങേരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറൊരാൾ ഇന്ത്യൻ സിനിമയിൽ. ഈ ചെറിയ മലയാളം ഇൻഡസ്ട്രി നിന്നുകൊണ്ട് റോഷാക്ക് പോലൊരു സിനിമയും, നൻപകൽ നേരത്തെ ഒരു സിനിമയും, കാതൽ പോലൊരു സിനിമയും, അല്ലെങ്കിൽ ബ്രഹ്മയുഗം പോലൊരു ഇൻ്റർനാഷണൽ ലെവൽ പടം ചെയ്യാൻ അണ്ണനെ പറ്റും. അണ്ണ ലവ് യു മമ്മൂക്ക, ലവ് യു. കാരണം അത്രയ്ക്ക് കയ്യടി നേടേണ്ട ഒരാളാണ് താങ്കൾ. പുത്തൻ ചെറുപ്പക്കാരോട് ഒന്നിച്ച് താങ്കൾ ഈ ചെയ്യുന്ന പ്രയത്നങ്ങൾക്ക് ഒരു നാഷണൽ അവാർഡ് കിട്ടി അല്ലെങ്കിൽ ഭാരതരത്ന കിട്ടിയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. താങ്കളുടെ ഇതാണ് രാക്ഷസ നടികർ എന്ന് പറയുന്നത്. ഇതാണ് ഇന്ത്യയിൽ ഇങ്ങനൊരു അവതാരപ്പിറവി കാണത്തില്ല. ഇങ്ങനെ വ്യത്യസ്തമായി ഈ പ്രായത്തിൽ നമുക്ക് വാക്കുകളില്ല പറയാൻ. അന്നേരം പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. വേറൊന്നുമല്ല, നമ്മളൊരു സാധനം പ്രതീക്ഷിച്ച് ചെല്ലുന്നു. ഈ സിനിമ കാണാൻ പ്രതീക്ഷിക്കുന്നവർ സിനിമ തിയേറ്ററിൽ ചെല്ലുമ്പോൾ മിഷൻ ഇമ്പോസിബിളിലെ പോലുള്ള അസാധാരണമായ ഫൈറ്റ് സീക്വൻസുകളോ അല്ലെങ്കിൽ 3 ഐറ്റം ഡാൻസ് പ്രതീക്ഷയല്ല ചെല്ലേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയ പ്രേമലു എന്ന് പറഞ്ഞ സിനിമയിലെ കോമഡി റൊമാൻസ് രംഗങ്ങൾ കണ്ടുകൊണ്ടല്ല ചെല്ലേണ്ടത്. ഇതൊരു മിസ്റ്ററി സർവൈവൽ ഹൊറർ മൂഡിലൊരു ത്രില്ലറാണ് എന്ന് വിചാരിച്ച് ചെന്നിരിക്കുമ്പം നിങ്ങൾ ചെന്നിരിക്കുന്നത് സാധാരണ ഒരു കഞ്ഞി കുടിക്കാനാണെങ്കിൽ നിങ്ങൾക്കൊരു ചിക്കൻ ബിരിയാണി കിട്ടുന്ന ഫീലായിരിക്കും. ഒരു ഇൻ്റർനാഷണൽ ലെവലിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സാധാരണ ഒരു കേരളത്തിൽ നമുക്ക് കേരളത്തിലുള്ള ഓരോ ജനങ്ങളും നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പം ഇതൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ. പെട്ടെന്ന് തന്നെ എടുത്തു പറയേണ്ട താരങ്ങൾ, ഒന്ന് മമ്മൂട്ടിയെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയേണ്ട ആവശ്യതയില്ല. മമ്മൂട്ടി, മോഹൻലാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ വെച്ച് നമ്മൾ ഒരുപാട് അവരെല്ലാം പ്രൂവ് ചെയ്തതാണ്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, ഈ പറഞ്ഞ പോലെ രാക്ഷസ നടികർ തന്നെ നമ്മൾ കൈകൂപ്പും. നടന വിസ്മയമാണ് ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ. എന്ത് പട്ടം വേണമെങ്കിലും അങ്ങേക്ക് ചാർത്തി കൊടുക്കാം. കാരണം അങ്ങ് എടുക്കുന്ന ഈ സെലക്ഷൻ, ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള റോൾസ്, അതിനാണ് ആദ്യം കൈയടി. 2, സിദ്ധാർത്ഥ് ഭരതൻ, അർജുൻ അശോകൻ. കാസ്റ്റിൽ പ്രധാനമായിട്ട് ഇരിക്കുന്ന ആകെ 3 കഥാപാത്രങ്ങളോടാണ് മെയിനായിട്ട് വന്നത്. ബാക്കി 2 സിനിമ കണ്ടിരിക്കാൻ ബാക്കി 2 കഥാപാത്രങ്ങൾ വലിയ കാര്യമായിട്ടില്ല. സിദ്ധാർത്ഥ് ഭരതൻ്റെ എനിക്കിതിനു മുമ്പ് സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമയായിരുന്നു ഗംഭീരമായിട്ട് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ടിൽ ഡേറ്റ്, ഈ ദിവസം വരെ ഉള്ളതിൽ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ് സിദ്ധാർത്ഥ് ഭരതൻ. അർജുൻ അശോകൻ ടിൽ ഡേറ്റ് ഗംഭീര പെർഫോമൻസ്. ആസിഫ് അലി ഈ പടം വിട്ടുകളഞ്ഞു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഞാൻ നേരത്തെ വിചാരിച്ചതാണ് വിട്ടുകളഞ്ഞത്. അദ്ദേഹം ഒരു 10 പടങ്ങൾ ഇനിയും ചെയ്ത് ചവറ് പോലെ പടങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനൊരു സിനിമയിൽ അഭിനയിച്ചാൽ മതിയായിരുന്നു. സൂപ്പർ. അർജുൻ അശോകനൊക്കെ ഗംഭീരം. എല്ലാവർക്കും നല്ലപോലെ സ്ക്രീൻ പ്രസൻസ്. അല്ലാതെ മമ്മൂട്ടിക്ക് മാത്രം സ്ക്രീൻ പ്രസൻസ്, ബാക്കിയുള്ളവർക്ക് എല്ലാവരും ഒരുപോലെ മത്സരിച്ച് അഭിനയിച്ചു. പക്ഷെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഡയറക്ടറാണ് രാഹുൽ സദാശിവൻ. ഭൂതകാലത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തു. ഭൂതകാലം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം തിയേറ്ററിൽ അദ്ദേഹത്തിന് അത് കാണാൻ പറ്റിയിട്ടില്ല. അത് OTTയിൽ ഇറങ്ങിയ പടമാണ്. പക്ഷെ അതിൻ്റെ കണക്കുകളെല്ലാം വൈരാഗ്യം തീർക്കുന്ന പോലെ തീർത്തു തന്നു. നമുക്കൊരു ബ്രഹ്മയുഗം എന്ന് പറഞ്ഞൊരു യുഗം ഒരുക്കി തന്നു. ഒരു കാഴ്ചയുടെ ഒരു യുഗം ഒരുക്കി തന്ന രാഹുൽ സദാശിവൻ തന്നെയാണ് ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ്. കാരണം പാളിപ്പോകുന്ന ഒരു കഥ അല്ലെങ്കിൽ പാളിപ്പോകുന്ന ആഖ്യാന രീതി എല്ലാം കൈയടക്കത്തോടു കൂടി ചെയ്തേക്കുന്നു. തിരക്കഥ എഴുതിയേക്കുന്ന അല്ലെങ്കിൽ സംഭാഷണങ്ങൾ എഴുതിയേക്കുന്ന TD രാമകൃഷ്ണൻ, അദ്ദേഹം ജീനിയസ് ആണ്. പക്ഷേ ഈ സിനിമയ്ക്ക് പക്ക. പിന്നെ റോണക് സേവ്യർ, അണ്ണൻ്റെ മേക്കപ്പ് വേറെ തലങ്ങളിൽ എത്തിച്ചു. ഇതൊക്കെ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ നിങ്ങൾക്ക് അംഗീകാരം കിട്ടേണ്ടവരാണ്. ആർട്ട് ഡയറക്ടർ ജ്യോതി ശങ്കർ, ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്ത ഇവരെക്കുറിച്ചല്ല. ജ്യോതി ശങ്കർ ഒരു മനയിൽ കയറി തിരിച്ച് നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് ഒരു മനയിൽ നിന്ന് നമ്മൾ തിയേറ്ററിൽ ഇരിക്കും, മനയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു എഫക്റ്റ് ഉണ്ടാക്കി തരണമെന്നുണ്ടെങ്കിൽ അണ്ണൻ്റെ ആർട്ട് ഡയറക്ഷൻ പൊളി. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഞാൻ ഇന്ന് വരെ വിചാരിച്ചിരുന്നത് സുഷിൻ ശ്യാമിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ മലയാളത്തിൽ ഒരുപാട് പേര് ഇഷ്ടമാണ്, സുഷിൻ ശ്യാമിനെ ഒരുപാട് ഇഷ്ടമാണ്.
പക്ഷേ ക്രിസ്റ്റോസ് സേവ്യർ, സുഷിൻ ശ്യാമിൻ്റെ ശിഷ്യനാണെന്ന് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ പറയുന്നത് കേട്ടു. അണ്ണ ഇന്ന് മുതൽ സുഷിൻ ശ്യാമിൻ്റെ ശിഷ്യനല്ല അണ്ണൻ, ക്രിസ്റ്റോസ് സേവ്യർ ഇനിയും സുഷിൻ ശ്യാമിൻ്റെ ഗുരുവാണ്. എന്ത് ഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോർ! ഈ സിനിമയ്ക്ക് വേണ്ടത് അതല്ലേ? ഈ സിനിമയുടെ ജീവനാണ് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അത് ഗംഭീരമായിട്ട് ചെയ്തേക്കും. ഇങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് മിക്സിങ്, രാധാകൃഷ്ണൻ, നമ്മുടെ എം ജി രാധാകൃഷ്ണൻ്റെ മകനാണ് ചെയ്തേക്കുന്നത്. എന്തോ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള വർക്കുകൾ എല്ലാം ചേരുമ്പോഴാണ് ഈ സിനിമ ഗംഭീരം എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, എല്ലാവർക്കും പറ്റുന്ന സിനിമയാണ്, എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമയല്ല, ഇത് കുറേ പേർക്ക് കാണാൻ പറ്റുന്ന സിനിമയാണ്. നമ്മളാണ് ഇങ്ങനെയുള്ള സിനിമകൾ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, അല്ലെങ്കിൽ വിട്ടേക്കുക, ചവറാണെങ്കിൽ ചവർ. ഇപ്പോൾ ഈ സിനിമ കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലേ എന്നങ്ങ് പറഞ്ഞു വിട്ടേക്കുക. പക്ഷേ ഇതുപോലെ സ്റ്റെല്ലാർ പെർഫോമൻസുകൾ നടത്തുന്ന ഒരു സിനിമ ഈ അടുത്ത കാലത്തൊന്നും, ഈ ഒരു മോഡലുള്ള സിനിമ അടുത്ത കാലത്തൊന്നും ഒരു ഇന്ത്യൻ ഭാഷയിൽ നിന്നും, പിന്നെ ഇന്ത്യൻ ഭാഷയിൽ ഇപ്പം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഒരു കൊച്ചു കേരളത്തിൽ നിന്ന് അതിഗംഭീര സിനിമ ഇറക്കിയത്. നന്ദി എല്ലാവരോടും. പ്രേക്ഷകൻ തിയേറ്ററിൽ പോയിരുന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ, എൻ്റെയൊക്കെ കാലഘട്ടത്തിലുള്ളൊരു ഇതാണ്, സ്വപ്നം പോലൊരു സംഭവമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു ഫുൾ സിനിമ കാണുന്നത്. ഒരുപാട് നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്ത് വിസ്മയിപ്പിച്ചതിന് എല്ലാവർക്കും, അതിൻ്റെ ക്രൂ മെമ്പേഴ്സ് എല്ലാവർക്കും ഞങ്ങൾ കാഴ്ചക്കാരാണെന്ന് പറയുന്നത്, പ്രേക്ഷകരാണെന്ന് പറയുന്നത് ഇങ്ങനൊരു സിനിമ മലയാളത്തിന് തന്നതിന്. ഇനി ഇങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ ചെയ്യാൻ രാഹുൽ സദാശിവനും ഇതിൻ്റെ ബാക്കിയുള്ള ടീം അംഗങ്ങൾക്കെല്ലാം, അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്ക അടുത്ത എന്ത് അവതാരപ്പിറവിയാണ്. ഇതൊക്കെ അവതാരമാണ്, ഒന്നും പറയാനില്ല. കൂടുതൽ പറഞ്ഞാൽ ഗംഭീരമാകും. കൂടുതൽ പറഞ്ഞാൽ ഗംഭീരം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അന്നേരം ഇതിൻ്റെ കോടിക്കണക്കുകളിലേക്കൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിൻ്റെ സിനിമ എന്ന് പറയുന്നതിനകത്ത് ഒരു രക്ഷയില്ല. നോ വേർഡ്സ് ടു എക്സ്പ്ലെയിൻ. ഹൈലി സൂപ്പർ. അന്നേരം കണ്ടവർക്കെല്ലാം കമൻസ് ഇടാം. നല്ലതാണെങ്കിൽ നല്ല നിട്ടൊക്കെ, മോശമാണെങ്കിൽ നിങ്ങളുടെ കമൻസാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻസ് ഇടാം. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ്.